ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നത് ആരോഗ്യ കാരണങ്ങളാൽ. കെ.പി. ശങ്കരദാസിന്റെ ചികിത്സാ രേഖകൾ SIT പരിശോധിച്ചു. ഓർമ്മക്കുറവ് അടക്കമുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഡോക്ടർമാരുടെ സംഘം SITയെ അറിയിച്ചിട്ടുള്ളതായാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് കെ.പി. ശങ്കരദാസ് മാത്രമാണ്. എന്തുകൊണ്ട് ആ അറസ്റ്റ് വൈകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി SIT പറയുന്നത് ശങ്കരദാസിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ്. ശങ്കരദാസിന്റെ ചികിത്സാ രേഖകൾ വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് SIT പരിശോധിപ്പിച്ചിരുന്നു. അവർ നൽകിയ റിപ്പോർട്ട് ഓർമ്മക്കുറവും അടക്കമുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കരദാസിനുണ്ട് എന്നതാണ്. നിലവിൽ ശങ്കരദാസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് SIT ഉള്ളത്. പ്രത്യേകിച്ച് കെ.പി. ശങ്കരദാസിന്റെ മകൻ സംസ്ഥാന പോലീസിലെ ഒരു DIG ആണ്. ഇപ്പോൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില ഇളവുകളൊക്കെ വരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരാനുള്ള സാധ്യതയടക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പരിശോധനയിലേക്കടക്കം SIT പോയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇവർ പ്രതികളായി മാറുന്നത് എന്നത് നമുക്ക് രേഖാപരമായി തന്നെ ഒരു തീർച്ചയുള്ള കാര്യമാണ്. അതിൽ ശങ്കരദാസ് ആദ്യം SITയോട് പറഞ്ഞിരുന്നത് 2019 പല യോഗങ്ങളിലും താൻ പങ്കെടുത്തിരുന്നില്ല, തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അന്നത്തെ നിർണായകമായ ബോർഡ് തീരുമാനമെടുത്ത ദിവസം കെ.പി. ശങ്കരദാസും വിജയകുമാറുമായ യോഗത്തിൽ പങ്കെടുക്കുകയും ബോർഡ് തീരുമാനത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് SIT പിന്നീട് ഇവരെ രണ്ടുപേരെയും പ്രതികരിക്കുന്നത്. ഇതിൽ വിജയകുമാർ എടുത്ത മറ്റൊരു വിചിത്രമായ വാദം എന്നത് താൻ ദേവസ്വം ബോർഡ് അംഗമാണെങ്കിലും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിലൊന്നും താൻ ഇടപെടാറില്ലായിരുന്നു എന്നൊരു വാദം പോലും അദ്ദേഹം എടുത്തിരുന്നു. പക്ഷേ കെ.പി. ശങ്കരദാസിന്റെയും അതോടൊപ്പം തന്നെ N. വിജയകുമാറിന്റെയും കാര്യത്തിൽ അവർ ആ ബോർഡ് യോഗത്തിലെ നിർണായക തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്, അതിന്റെ ഭാഗമാക്കായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവരെ പ്രതിയേർത്തത് എന്നതാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുൻനിർത്തി അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.